അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഈ ആത്മഹത്യയുടെ സംഖ്യ വളരെ വളരെ കുറയാനുള്ള കാരണം. ഇത് അദ്ദേഹം മാത്രമല്ല പറഞ്ഞത്. ഇസ്ലാമിനെ എതിർക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കേസരി എന്ന് പറയുന്ന പത്രം, കേസരി എന്ന് പറയുന്ന പത്രത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിലും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞത്, ഈ ആത്മഹത്യയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം മതവിശ്വാസികളിൽ ആത്മഹത്യ അംശം കുറഞ്ഞു പോകുന്നു എന്നതിനെ കുറിച്ച് ഒരു വീണ്ടു വിചാരം നാം നടത്തേണ്ടതുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ മനുഷ്യന് ശാന്തിയും സ്വസ്ഥതയും സമാധാനവും കൊടുക്കാൻ ഇസ്ലാമിന്റെ വിശ്വാസത്തിനും ആചാരത്തിനും അനുഷ്ഠാനത്തിനും മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന പരസ്യമായ പ്രഖ്യാപനമാണത്. فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. എന്നിൽ നിന്നുള്ള മാർഗദർശനം ആര് സ്വീകരിച്ചുവോ, എന്നിൽ നിന്നുള്ള ആ ഹിദായത്ത് ആര് പിൻപറ്റിയോ, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, അവർക്ക് വിഷമിക്കേണ്ടി വരികയില്ല. അപ്പൊ എന്താ അർത്ഥം? അള്ളാന്റെ നിയമവും നിർദ്ദേശവും ജീവിതത്തിന്റെ ആധാരമായി നമ്മൾ സ്വീകരിച്ചാൽ ഒരാൾക്കും മനസ്സിനൊരു പ്രയാസം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതൊരു കേവല സങ്കല്പല്ല സഹോദരങ്ങളെ, ഒരു വസ്തുതയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിനുള്ള തെളിവാണ് ഞാൻ പറഞ്ഞത്. ഈ ആത്മഹത്യ പെരുകുന്ന ഈ ലോകത്തിന്റെ മുമ്പിൽ പരിഹാരമായി അവതരിപ്പിക്കാവുന്നത് ഇസ്ലാം മാത്രമാണ്. അതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു. അത് തെളിവ് കണ്ടെത്തിയത് മുസ്ലിങ്ങളല്ല, അമുസ്ലിമീങ്ങളായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. എന്താ ഇനി നമ്മൾ ഈ ഇസ്ലാമിന്റെ വക്താക്കളായ നമ്മൾ സമാധാനത്തിന് വേണ്ടി ഏതെങ്കിലും രവിശങ്കർമാരുടെ ആത്മീയ ആലാപനത്തിന് സദസ്സുകളിലേക്ക് മുസ്ലിങ്ങളായ തട്ടമിട്ട സ്ത്രീകൾ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ എന്ത് ഇസ്ലാമാണ് അവർ പഠിച്ചത്? ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ കടന്നു വന്ന നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്യാമ്പസിൽ ഈ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിൽ വലിയ ഒരു പങ്ക് നിങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. ഇത് ഈ 3 ദിവസം നിങ്ങളെ ഒരു വലിയ ബാധ്യതയാണ് ഈ സമ്മേളനം നിങ്ങളെ ഏൽപ്പിക്കുന്നത്, ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബോംബാണ്, കലാപമാണ് എന്ന് വിചാരിച്ചു പോയ സമൂഹത്തിന്റെ മുമ്പിൽ ഇല്ല, നിങ്ങളുടെ സമാധാനത്തിന്റെ ഏകമാർഗം ഇസ്ലാമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളല്ലാതെ വേറൊരു വിഭാഗമില്ല. അതിനാദ്യം എന്ത് വേണമെന്നറിയോ? ഈ വക ഏർപ്പാടൊക്കെ നമ്മൾ ആദ്യം അവസാനിപ്പിക്കണം. ഈ വൃത്തികേട്, മദ്യവുമായുള്ള ബന്ധം, ലഹരിയുമായുള്ള ബന്ധം, വ്യഭിചാരത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ രഹസ്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ വിനോദത്തിന്റെ അതിപ്രസരം, ഈ വൃത്തികേടുകളിൽ നിന്ന് ആദ്യം നമ്മൾ നന്നാകണം. അതിനെന്താ മാർഗം എന്നറിയോ? അതിന് വേറെ മാർഗം ആരെങ്കിലും ഉദ്ദേശിക്കണമെങ്കിൽ ആ മാർഗം ഞാൻ പറഞ്ഞുതരാം. നന്നാകാൻ എന്താ മാർഗം? നന്നാകാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, എനിക്കെൻ്റെ ജീവിതത്തെ ഒന്ന് നന്നാക്കണം, ഏത് സമയത്തും എനിക്ക് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം, അതിനെനിക്കൊരു ഉപദേശം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അല്ല, റസൂലുള്ള കൊടുത്ത ഉപദേശം എന്താ അറിയും? റസൂലുള്ള വേഗം പറഞ്ഞു, കഫാ ബിൽ മൗതി വാഇലൻ യാ ഉമർ, ഉമറേ, നിനക്ക് ഉപദേശകനായി മരണം തന്നെ മതി. മരിക്കുന്നുള്ള ഒരു വിചാരം ഉണ്ടെങ്കിൽ ഒരു തെറ്റും അനക്ക് ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ കൃത്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്ത് വൃത്തികേട് ചെയ്യുകയാണെങ്കിലും പടച്ചോനെ ഞാൻ അപ്പം മരിച്ച എൻ്റെ കഥ എന്താ? ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഈ കോട്ടയത്ത് നിന്ന് നമ്മളിത് 3 ദിവസം കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് ഉറപ്പ് പറയാൻ എത്ര ആളുകൾക്ക് സാധിക്കും? ഒരാൾക്കും കഴിയില്ല. നമ്മുടെ ജീവിതം ഏത് നിമിഷം എവിടെ വെച്ച് അവസാനിക്കുമെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ എവിടെ വെച്ചാണ് മരിക്കുക എന്ന് ഒരാത്മാവിനും അറിയിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ ജനിച്ച സമയത്ത് തന്നെ നമ്മൾ മരിക്കണ സമയവും രൂപം അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതുപോലെ അറിയോ? നമ്മൾ അലാറം സാധാരണ ചാവി കൊടുത്ത് വെക്കാറുണ്ടല്ലോ, ആ ചാവി ഇങ്ങനെ കൊടുത്ത് വെച്ച 1 മണിയാ വെച്ചിരിക്കുന്നതെങ്കിൽ 5 മണിയാ വെച്ചിരിക്കുന്നതെങ്കിൽ 5 മണിയിലേക്ക് ആ സൂചി ഇങ്ങോട്ട് നിൽക്കുന്നതോടുകൂടി അലാറം അടിക്കും അല്ലേ? ഇതേപോലെ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ആയുസ്സിന്റെ കയറുണ്ട്, ആയുസ്സാകുന്ന കയറുണ്ടല്ലോ, അതിന്റെ നീളത്രേ നമുക്കറിയില്ല. ഒരു പശുക്കുട്ടിയെ ഒരു വലിയ കയറിൽ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്ത് പുല്ല് കണ്ട അതിശക്തമായി ഓടും, സന്തോഷത്തോടു കൂടി ഓടും. പക്ഷെ ആ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കയറിന്റെ നീളം കണ്ട് അവസാനിച്ചാൽ അത് അവിടെ നിൽക്കും. ഇതേപോലെ നമ്മുടെയൊക്കെ ആയുസ്സിന്റെ നീളം എത്രയെന്ന് നമുക്കറിയില്ല. ചില ആളുകൾക്കൊരു വിചാരമാണ്, എന്ത്, ഞാനൊക്കെ ഇനിയും കുറേ കാലം ജീവിക്കും, മരണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 60, 70, 80 വയസ്സായി പ്രായമായിട്ടല്ലേ മരിക്കുള്ളൂ.
കണ്ണൂരിൽ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു ദുരന്തം നിങ്ങളെ മനസ്സിലില്ലേ? അല്ലേ? ആ കുട്ടികൾ 9ഓളം കുട്ടികൾ, ആ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ ജീപ്പ് പാഞ്ഞു കയറി ആ തെറിച്ചു വീണ ശവശരീരങ്ങളും ആ ബാഗിന്റെ അവശിഷ്ടങ്ങളും ഇന്നും നമ്മുടെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടോ? ആ കുട്ടികൾക്ക് എത്ര പ്രായം? സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കൾ എത്ര പേര് നമ്മുടെ ഈ പഠനത്തിന്റെ ഇടയിൽ നിന്ന് നമ്മോട് യാത്ര പറഞ്ഞു? നമ്മുടെ കുടുംബത്തിൽ നിന്ന് എത്ര പേര് പോയി? നിങ്ങൾ MBBS പഠിക്കുന്നവരുണ്ട്, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നവരുണ്ട്. നിങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറിക്കൊണ്ട് ഇവിടുന്ന് ജീവിക്കാൻ നിറവേറ്റാൻ കഴിയുമെന്ന് ആർക്ക് ഉറപ്പ് പറയാൻ കഴിയും? കോഴ്സ് കഴിഞ്ഞു, നല്ല മാർക്ക് കിട്ടി, നിങ്ങൾക്ക് നല്ല ഉന്നതമായൊരു ഇന്റർവ്യൂവിൽ നിങ്ങൾ ഉന്നത വിജയം നേടി, ഒരു മാസത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം രൂപ ശമ്പളമുള്ള ഒരു ജോലി നിങ്ങൾക്ക് ഓഫർ കിട്ടി, അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി രാവിലെ പോവുകയാണ്. എല്ലാ കുടുംബങ്ങളോടൊക്കെ സന്തോഷ വാർത്ത പറഞ്ഞ് കുടുംബത്തെയും കൂട്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ നെഞ്ഞുവേദന വന്നാൽ, അല്ലെങ്കിൽ ആ പോകുന്ന വാഹനം മറ്റൊരു വാഹനവുമായി ഇടിച്ചാൽ, കഴിഞ്ഞില്ല സഹോദര, അന്ന് വരെ നമ്മൾ ഉണ്ടാക്കിയ ആ ലഭിച്ച സംഗതി കൊണ്ട് പിന്നെ എന്താ കാര്യം? ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താ കാര്യം? നമ്മളെ